ഇത് നമ്മൾ 10 മിനിറ്റ് കൊണ്ട് റെഡിയാക്കി എടുക്കാൻ പറ്റുന്ന മുട്ടക്കുറുമയും പാലടയാണ് റെഡിയാക്കി എടുക്കുന്നത്. സവാള ഈ രൂപത്തിൽ കട്ട് ചെയ്ത് കുക്കറിലേക്ക് ഇട്ട് 1/4 കപ്പ് വെള്ളവും 1 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ച് 5 മുട്ടയും വെച്ച് മൂടി വെച്ച് വേവിച്ചെടുക്കാം. കുറുമ റെഡിയാക്കാനായി ഒരു കടായി അടുപ്പത്ത് വെച്ച് ഓയിൽ ഒഴിച്ച് ചെറിയ കഷ്ണം പട്ട, തക്കോലം, ജാതിപത്രി, ഗ്രാമ്പു ഇത്രയും ഇട്ട ശേഷം 1 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. അതിന്റെ പച്ചമണമൊക്കെ മാറി വരുന്നവരെ ഇളക്കി കൊടുത്ത ശേഷം 5 പച്ചമുളകും കൂടി ഇട്ട് കൊടുക്കാം. കറിവേപ്പിലയും കൂടി ഇട്ട ശേഷം ഒരു വലിയ തക്കാളി അരിഞ്ഞ് നന്നായി വഴറ്റിയെടുക്കണം. കുക്കറിൽ ഏറൊക്കെ പോയിട്ടുണ്ട്. കുക്കർ ഒന്ന് തുറന്ന് നോക്കാം. തക്കാളി നന്നായി വെന്തുടഞ്ഞ് വന്നിട്ടുണ്ട്. ഇതിലേക്ക് സവാള ഇട്ട് കൊടുക്കാം. അത് നന്നായി ഒന്ന് മിക്സ് ചെയ്ത ശേഷം മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, കുരുമുളക് പൊടി ഇത്രയും കൂടി ഇട്ട് നന്നായി ഇളക്കി കൊടുക്കണം. ഒത്തിരി വെള്ളം ഒഴിച്ച് കൊടുക്കാതെ ഒരു കുറുകിയ പരുവത്തിൽ വെള്ളം ഒഴിച്ച് കൊടുക്കാം. പാകത്തിന് ഉപ്പും ചേർത്ത് ഒന്നുകൂടി ഒന്ന് കുറുകി വരുമ്പോൾ മുട്ട ഗ്രേവിയിലേക്ക് ഇട്ട് കൊടുത്ത ശേഷം ഒന്ന് കവർ ചെയ്ത് കൊടുക്കണം. 1 മിനിറ്റ് ഒന്ന് മൂടി വെച്ച ശേഷം തുറന്ന് 1 കപ്പ് കട്ടി തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുക്കാം. തിളയ്ക്കുന്ന മുമ്പ് ഫ്ലെയിം ഓഫ് ചെയ്ത ശേഷം പെരിഞ്ജീരകപ്പൊടി കൂടി ചേർത്ത് കൊടുക്കാം. അതിന്റെ കൂടെ സോഫ്റ്റ് ഈസി ഒരു പാലട കൂടി നമുക്ക് റെഡിയാക്കി എടുക്കാം. ഇഷ്ടമായാലും ഒന്ന് സപ്പോർട്ട് ചെയ്യുക.